ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 6th ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2ാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദി വിൻഡ്. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദി വിൻഡ് ആണ് നമ്മുടെ ചാപ്റ്റർ. അതിൻ്റെ റീഡിങ് ആൻഡ് എക്സ്പ്ലനേഷൻ, മലയാളം എക്സ്പ്ലനേഷൻ, മീനിങ്സ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. In a small village in Malawi, a poor country in Africa, people had no money for lighting their homes. So the villagers, most of them small farmers, went to bed as soon as night fell. But for William, a young boy, darkness was the time for dreams. He dreamed of putting together things and taking them apart. എന്താ പറയുന്നത്? അപ്പോൾ കഥ നടക്കുന്നത് ആഫ്രിക്കയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. മലാവി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ആഫ്രിക്കൻ കൺട്രിയിലെ. അവിടുത്തെ ഗ്രാമത്തിൽ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് പൈസ ഇല്ല, വീട് ലൈറ്റിംഗ് ചെയ്യാനുള്ള പൈസ ഇല്ല, ലൈറ്റിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ ഫാമേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു. അവർ നേരത്തെ തന്നെ രാത്രി, നമ്മൾ ഒരുപാട് നൈറ്റ് ഇരിക്കുക, കറണ്ട് ഉള്ള പോലെ രാത്രി ഉറങ്ങാതിരിക്കുക അങ്ങനെയൊന്നുമില്ല, നേരത്തെ തന്നെ പോയി കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. ബട്ട് ഫോർ വില്യം, എ യങ് ബോയ്, ഡാർക്ക്നെസ് വാസ് എ ടൈം ഫോർ ഡ്രീംസ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു പയ്യനുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് വില്യം എന്നാണ്. അവന് എന്താണ്, രാത്രി ഇരുട്ട് എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ ഒരു ലോകമായിരുന്നു, സ്വപ്നങ്ങളുടെ ഒരു സമയമായിരുന്നു രാത്രി. ഓക്കെ, അവൻ എന്തൊക്കെയാണ് സ്വപ്നം കണ്ടത്? സാധനങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതും അത് വേർപെടുത്തുന്നതുമാണ് അവൻ കണ്ട സ്വപ്നം. പുട്ടിങ് ടുഗെദർ, എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു, പിന്നെ അതെല്ലാം വേർപെടുത്തുന്നു. ഇതാണ് അവൻ കണ്ട സ്വപ്നം. ഓക്കെ, അടുത്ത പാര. He kept toy trucks with wheels made of bottle caps under his bed. He was fascinated by music he heard on the radio. Where are the musicians and singers? He would wonder. He would crack open old radios to find them. അപ്പോൾ അതുപോലെ തന്നെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നറിയോ? ടോയ് ട്രക്സ് ഉണ്ടല്ലോ, കളിക്കുന്ന ട്രക്കുകൾ, അതിൻ്റെ വീലെന്ന് പറയുന്നത് നമ്മൾ ഈ ബോട്ടിലില്ലേ, സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ മൂടി ഉണ്ടല്ലോ, ക്യാപ്പ്, അത് വെച്ചിട്ടുണ്ടാക്കിയ ആ ടോയ് ട്രക്കുകളാണ്. ഇതൊക്കെ ഇവൻ്റെ ബെഡിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക്. മ്യൂസിക് കേൾക്കുമല്ലോ, റേഡിയോ ഉണ്ട് അവരുടെ അവിടെ. അപ്പോൾ റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന ആ പാട്ട് വരുമ്പോൾ ഇവനിങ്ങനെ ആലോചിക്കുകയാണ്, എവിടെയാണ് മ്യൂസീഷ്യൻസും സിംഗേഴ്സും, കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു. എന്നിട്ട് റേഡിയോ ഒക്കെ പൊളിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കും, എവിടെ മ്യൂസീഷ്യൻസ്, എവിടെ സിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമായിരുന്നു, തിരയുമായിരുന്നു. ഓക്കെ, as he lay awake, his grandpa's tales of magic flashed through his mind. Ghost dancers in the story seemed to twirl before his eyes. ഇനി അവൻ എഴുന്നേറ്റിരിക്കുകയാണ്. as lay awake his grandpa's tales. ഉണർന്നിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്ത മാന്ത്രിക കഥകളൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും, ഇനി മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കഥകളിൽ അവൻ പ്രേത കഥകളൊക്കെ പറയും. ആ പ്രേത കഥകളിലെ ഡാൻസേഴ്സ് എന്ന് പറയുന്നുണ്ട്, ഗോസ്റ്റ് ഡാൻസേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗോസ്റ്റ് ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ കൺമുന്നിൽ വന്നിട്ട് ഇങ്ങനെ ട്വേൾ ബിഫോർ ഈസ് വന്ന് കറങ്ങുന്നത് പോലെയൊക്കെ അവന് തോന്നും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വില്യമിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ as William worked in the fields at dawn, he imagined he could see magical beings among the rows of mice. As trucks rumbled across the path, he wondered how their engines made them go. അപ്പോൾ പുലർച്ചെ രാവിലെ വയലിൽ പണിയെടുക്കുന്ന സമയത്ത്, മൈസ് എന്ന് പറഞ്ഞാൽ ചോളമാണ് കേട്ടോ. അപ്പോൾ ചോളനിരകൾക്കിടയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ മാജിക്കൽ ബീയിങ്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാണ്. അതായത് മാജിക്കൽ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാന്ത്രിക ജീവികൾ എന്തൊക്കെയോ ഉള്ളതുപോലെ മാന്ത്രിക ജീവികളെ കാണാൻ കഴിയുന്ന അവൻ സങ്കല്പിക്കുകയാണ് കേട്ടോ, ഇമാജിൻ ചെയ്യുകയാണേ. അതുപോലെ തന്നെ ട്രക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും അതിലെ. അപ്പോൾ ട്രക്കുകൾ പോണ സമയത്ത് അതിൻ്റെ എൻജിനുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, എങ്ങനെ അത് പോകുന്നത്, അതൊക്കെ അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അവൻ. ഓക്കെ, ലുക്ക് വേർ യു ത്രൂ യുവർ ഹോ, ഹിസ് ഫാദർ വുഡ് ഷൗട്ട്, ഷേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഡ്രീമി തോട്ട്സ്. അപ്പോൾ ഇവനിങ്ങനെ ഇമാജിൻ ചെയ്ത് ഡ്രീമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട്, നോക്ക്, വേർ യു ത്രോ യുവർ ഹോ, എവിടെയാണ് നീ നിൻ്റെ ആ ഒരു ഹോ പറഞ്ഞ തൂമ്പ കേട്ടോ, അത് എവിടെ എറിഞ്ഞതെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവൻ്റെ അച്ഛനായിരുന്നു ആ അലറിക്കൊണ്ടിരുന്നത്.
അപ്പോൾ വേഗം അവൻ ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൻ്റെ സ്വപ്നം അവിടെ ബ്രേക്കായി. ഓക്കെ. But the magical beings of William's imagination could not bring rain. പക്ഷേ ഈവൻ ആ വയലിൽ സ്വപ്നം കണ്ട് നടന്ന് ഇമാജിൻ ചെയ്ത മാന്ത്രിക ജീവികൾക്കൊന്നും എന്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അവരുടെ സ്ഥലത്ത് മഴ പെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല, മഴയെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല. വിതൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോർച്ച്ഡ് ദ ഫീൽഡ്സ്. വെള്ളമില്ലാതെ സൂര്യൻ്റെ ആ ഒരു പ്രകാശം അവിടെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഭയങ്കരമായിട്ട് ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെന്റ് അൺആൻസേഴ്സ്. അപ്പോൾ അവിടുത്തെ കൃഷിക്കാരൊക്കെ മഴ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ദൈവങ്ങൾ അതിനൊന്നും ഒരു ആൻസർ കൊടുത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദ റോസ് ഓഫ് മൈസ് ടേൺഡ് ഇൻടു ഡസ്റ്റ്. പിന്നെ എന്താണ് സംഭവിച്ചത്? ആ ചോളത്തിന്റെ നിരകളൊക്കെ ഡസ്റ്റ് ആയിപ്പോയി, പൊടിയായിട്ട്, അല്ലെങ്കിൽ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാർവ്. ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായി, അവർക്ക് പട്ടിണിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തി. സൂൺ വില്യംസ് ഫാദർ ഗ്യാതേർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്. ആ സമയത്ത് വില്യമിന്റെ അച്ഛൻ കുട്ടികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal per day, മേക്ക് ഇറ്റ് ലാസ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ഇന്ന് മുതൽ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, അത് നിലനിൽക്കട്ടെ, അത് നീണ്ടു നിൽക്കട്ടെ, അങ്ങനെയെങ്കിലും കിട്ടട്ടെ, നമുക്ക് ഒരു നേരെങ്കിലും കഴിക്കാൻ നമുക്ക് കിട്ടട്ടെ എന്നാണ് അയാൾ പറയുന്നത് കേട്ടോ. അടുത്ത പാര, ഇൻ ദ ഈവനിങ്സ് ദേ സാറ്റ് അറൗണ്ട് ദ ലാൻറ്റേൺ ആൻഡ് ഏറ്റ് ദെയർ ഹാൻഡ് ഫുൾ ഓഫ് ഫുഡ്. പിന്നെ എന്താ പറയുന്നത്? വൈകുന്നേരങ്ങൾ ഈവനിങ്ങിൽ അവരെന്ത് ചെയ്യും? ചുറ്റും ഇങ്ങനെ ദേ സാറ്റ് അറൗണ്ട് ദ ലാൻറ്റേൺ, ചുറ്റും ഒരു എന്തിന് ചുറ്റുമാണ് ഇരിക്കുക? ഒരു വിളക്കിന് ചുറ്റും ഇരുന്ന് കയ്യിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കും. വാച്ചിങ് ഹംഗ്രി പീപ്പിൾ പാസ് ലൈക്ക് സ്പിരിറ്റ്സ് അലോങ് ദ റോഡ്. ഇവർ കാണുന്നുണ്ട് എന്താണ്, വിശക്കുന്ന ആളുകൾ വഴിയിലൂടെ ആത്മാക്കളെ പോലെ അവരിങ്ങനെ നടക്കും, സ്പിരിറ്റ്സ് ആയിട്ട് ആത്മാക്കളെ പോലെ. കാരണം ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയാണല്ലേ, അപ്പോൾ വിശന്ന ആൾക്കാരാണ് ആ റോഡിലൂടെ നടക്കുന്നത്, ഇവർ കാണുന്നുണ്ട്. ഓക്കെ. അടുത്ത പേര, മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. അതുപോലെ തന്നെ മഴയില്ലാത്തതുകൊണ്ട് കൃഷിയില്ലാത്തതുകൊണ്ട് പൈസയില്ല, അതാണ് അവസ്ഥ കേട്ടോ. പൈസയും മഴയുടെ കൂടെ ഡിസപ്പിയർ ആയി, കാണാതായി ഇല്ല. ഓൺലി ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. കുറച്ച് കുട്ടികൾക്ക് മാത്രമേ, വളരെ ലക്കി ആയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് മാത്രമേ സ്കൂളിലേക്ക് തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അവർക്ക് കുറച്ച് പൈസ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കൂളിലൊക്കെ അന്ന് പോകാൻ പറ്റുള്ളൂ. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. അപ്പോൾ സ്കൂളിൽ പോവാണ്ട് എന്തായി, പഠനം ഉപേക്ഷിച്ചവരിൽ ഒരു കുട്ടിയാണ് വില്യമും. ഫോർ വീക്സ് ഹി സൾക്കഡ് അണ്ടർ എ മാംഗോ ട്രീ. ആഴ്ചകളോളം അവനൊരു മാവിൻ ചുവട്ടിൽ ദുഃഖിച്ചിരുന്നു കേട്ടോ. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അപ്പോഴാണ് അവൻ ഒരു കാര്യം ഓർക്കുന്നത്, റോഡിൻ്റെ താഴെയായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻ പിക്ചേഴ്സ്. അപ്പോൾ അവൻ ആ ലൈബ്രറിയിൽ പോയപ്പോൾ അവിടെ സയൻസ് ബുക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഉള്ള സയൻസ് ബുക്കുകൾ അവന് കിട്ടി. അപ്പോൾ അവനത് വിത്ത് സം ഡിഫിക്കൽട്ടി ഹി ലേൺഡ് ഹൗ എൻജിൻസ്, കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നത് വായിക്കാൻ, എന്നാലും വായിച്ചു തുടങ്ങി. സൂൺ ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾ മ്യൂസിക് ഫ്രം ദ സ്കൈ. പിന്നീടാണ് അവന് മനസ്സിലായത് എങ്ങനെയാണ് ട്രക്കിലൊക്കെ എൻജിൻസ് എങ്ങനെയാണ് ട്രക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് റേഡിയോസ് വർക്ക് ചെയ്യണത് എന്നൊക്കെ മനസ്സിലായിട്ട്. റേഡിയോ ഒക്കെ വേവ്സ് ആണല്ലോ, അപ്പോൾ ആ റേഡിയോകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സിഗ്നൽ എങ്ങനെ കിട്ടുന്നു, ഇതൊക്കെ അവന് മനസ്സിലായി കേട്ടോ. ആ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ പറഞ്ഞാൽ ആ സിഗ്നൽ ലഭിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവന് മനസ്സിലായി തുടങ്ങി. നെക്സ്റ്റ്, but what attracted him the most was the picture of a machine taller than the tallest tree he had seen. It had huge blades like a fan. It looked like a giant pinwheel. William read on. He learned that it was a machine that produced electricity and pumped water. പിന്നെയോ, അപ്പോൾ ലൈബ്രറി പോയപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു പിക്ചർ ഉണ്ട്. അവൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോളർ ആയിട്ടുള്ളൊരു മെഷീൻ, അവൻ കണ്ടിട്ടുള്ള മരം, ഏറ്റവും ഹൈറ്റ് കൂടിയ മരത്തേക്കാൾ ടോളർ ആയിട്ടുള്ള ഒരു മെഷീൻ. ഓക്കെ, അത്രയും ഹൈറ്റുള്ളൊരു മെഷീനാണ്. അതിന് വലിയ ബ്ലേഡുകൾ ഉണ്ടായിരുന്നു, ഫാനിലുള്ള പോലെ തന്നെയുള്ള ആ ഒരു ബ്ലേഡ്സ് ഉണ്ടായിരുന്നു. ഒരു ജയൻറ്റ് പിൻവീൽ പോലെയാണ് അത് കാണപ്പെടുന്നത്. പിന്നീട് അവന് മനസ്സിലായി അതെന്ത് മെഷീനാണ്. മനസ്സിലായി ഇറ്റ് വാസ് എ മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അത് വായിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന, അതുപോലെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് അത് എന്നുള്ളത് അവന് മനസ്സിലായി.
Next, William closed his eyes. He saw the machine drawing cool water from the ground. The water gushed through the thirsty fields, turning the maize tall and green. The windmill was more than a machine. It was a weapon to fight hunger. അപ്പോൾ വില്യം കണ്ണുകൾ അടച്ചോടെ നിന്നുകൊണ്ട് എന്നിട്ട് അവൻ ഇമാജിൻ ചെയ്യുകയാണ്. എന്താണ് ഇമാജിൻ ചെയ്യുന്നത്? ഈ യന്ത്രം മെഷീൻ എന്ത് ചെയ്യണം, നിലത്ത് നിന്ന് തണുത്ത വെള്ളം കോരിയെടുക്കുന്നത് അവൻ കാണുകയാണ് കേട്ടോ. അങ്ങനെ കൂൾ വാട്ടർ ഗ്രൗണ്ടിൽ നിന്ന് കോരിയെടുക്കണു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പാടങ്ങളിലേക്ക് നനയ്ക്കുന്നു അല്ലേ, വെള്ളം ആ പാടത്ത് നനയ്ക്കണു. അങ്ങനെ ആ നമ്മുടെ ചോളത്തിന്റെ ചെടി വളരുന്നു, നല്ല പച്ചപ്പ് പടരുന്നു. ഇതൊക്കെ അവൻ ഇമാജിൻ ചെയ്യാണ് കേട്ടോ, ശരിക്കും നടക്കുന്നതല്ല, ഇമാജിൻ ചെയ്യാണ്. അപ്പോൾ ആ വിൻഡ് മിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീൻ മാത്രമല്ല, എന്താണ്? വിശപ്പിനെതിരെ പോരാടാനുള്ള ഒരു ആയുധമാണെന്ന് അവന് മനസ്സിലായി. ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. വിശപ്പിന് എതിരെ പോരാടാനുള്ള ഒരു വെപ്പണാണ്. കാരണം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വെള്ളത്തിനുള്ളൊരു സൊല്യൂഷൻ ആയി അല്ലേ. അപ്പോൾ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പാടം അത് വെച്ചിട്ട് നനയ്ക്കാം, ചോളത്തിൻ്റെ പാടങ്ങൾ നനയ്ക്കാം, കൃഷി അവർക്ക് എന്ത് ചെയ്യുക, കൃഷി ഓക്കെ ആക്കിയിട്ട് അവിടുത്തെ പട്ടിണി മാറ്റാലോ. ഇതാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. ഐ വിൽ മേക്ക് എൻ ഇലക്ട്രിക് വിൻ, വില്യം വിസ്പർ ടു ഹിംസെൽഫ്. അവനോട് തന്നെ വിസ്പർ ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? സ്വയം മന്ത്രിക്കുകയാണ്, ഞാനൊരു വൈദ്യുത കാറ്റുണ്ടാക്കും, ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കും. വൈദ്യുതിയിൽ പ്രവർത്തിക്കണ നമ്മൾ കണ്ടിട്ടില്ലേ കാറ്റാടിപ്പാടത്തൊക്കെ, അതന്നെ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുന്നു പറയുകയാണ്. അങ്ങനെ നെക്സ്റ്റ് പാര. The junkyard in the village was a treasure house to William. അപ്പോൾ ആ ഗ്രാമത്തിലെ മാലിന്യ കൂമ്പാരം, ജങ്ക്യാർഡ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ കൂടുന്ന കൂമ്പാരം ഇല്ലേ, എല്ലാ വേസ്റ്റും കൊണ്ടിടുന്ന മാലിന്യ കൂമ്പാരം, അതാണ്. The junkyard in the village was a treasure house to William. അപ്പോൾ വില്യത്തിന് അതൊരു നിധിശേഖരമായി തോന്നി. എന്താണ്? അവന് ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടും. He found things that would help him realize his grand dream. അവൻ്റെ ഡ്രീം, അതായത് ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കണം എന്നുള്ള അവൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ അവൻ ആ ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന അവൻ വിശ്വസിച്ചു. സം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ലൈക്ക് എ ട്രാക്ടറിൻ്റെ ഫാന്, പൈപ്പ്, അതൊക്കെ അവൻ അതിൽ കിട്ടി കേട്ടോ. അതർ തിങ്സ് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബോൾസ് ഹി ഹാഡ് ടു റിമൂവ്. പിന്നെ ബിയറിങ്സ്, ബോൾട്ട് അതൊക്കെ റിമൂവ് ചെയ്തെടുത്തു. ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽസ് ഇൻ ഹിസ് ബോഡി. അപ്പോൾ അവൻ്റെ ശരീരത്തിലെ ഓരോ മസിൽസിനും എന്താണ് ഉണ്ടായത്? സ്ട്രെയിൻ ഉണ്ടായിരുന്നു. കാരണം അത്രയും പണി എടുക്കണ്ടായിരുന്നു അവിടെ. അതാ പറയുന്നത്. അവൻ്റെ ശരീരത്തിലെ എല്ലാ പേശികളെയും അവന് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. വേദന ഉണ്ടാവും, സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. പക്ഷേ എല്ലാം കിട്ടി. പിന്നെ ഇലക്ട്രിക് വിൻഡിനുള്ള ഒരു വീല്, ഒരു റൗണ്ടിലുള്ളൊരു വീല് വേണം. ആ വീല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. പക്ഷേ അവന് പിന്നീട് കുറേ തർക്കങ്ങൾക്ക് ശേഷം അത് കിട്ടി. എവിടെ നിന്ന്? അവൻ്റെ അച്ഛനിൽ നിന്ന്. വില്യംസ് ഫാദർ അലോഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസൈക്കിൾ. അപ്പോൾ അവർക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു വീട്ടിൽ. ആ ബൈസൈക്കിളിൻ്റെ ഒരു ചക്രം ഊരിയെടുക്കാൻ അച്ഛൻ സമ്മതിക്കുകയാണ് കേട്ടോ. വില്യത്തിൻ്റെ അച്ഛൻ സമ്മതിക്കും. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അത് വലിയൊരു ത്യാഗമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ, അവരുടെ കുടുംബത്തിൽ ആ ഒരു സൈക്കിളേ ഉള്ളൂ. ആ സൈക്കിളിൻ്റെ ഒരു ചക്രം അവന് കൊടുക്കാൻ അവൻ്റെ അച്ഛൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചക്രവും കിട്ടി, വീലും അവന് ലഭിച്ചു. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും, അവൻ ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. നെക്സ്റ്റ്, എന്താ അടുത്തത് വരുന്നത്? ഗോ എവേ. William shouted to the birds and spiders which had made the junkyard their home. അപ്പോൾ ജങ്ക്യാർഡ്, ഈ മാലിന്യ കൂമ്പാരത്തിൽ അവരുടെ വീടായി താമസിക്കുന്ന കുറച്ച് ജീവികളുണ്ട് അല്ലേ. മാലിന്യ കൂമ്പാരത്തിൽ താമസിക്കുന്നത് കുറേ ബേർഡ്സ്, ചെലന്തികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവരോടൊക്കെ ആ ജങ്ക്യാർഡ് അന്ന് പോന്ന് പറഞ്ഞിട്ട് വില്യം ഷൗട്ട് ചെയ്യാണ്. ആസ് വില്യം ക്യാരിഡ് ഹിസ് പ്രൈസ്ഡ് പൊസിഷൻസ് ഹോം, ദ വില്ലേജേഴ്സ് സെഡ് ടു ഈച്ച് അതർ, ഹീസ് ക്രേസി, ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. അപ്പോൾ വില്യം ഇവിടെ നിന്ന് കിട്ടിയ ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറേ സാധനങ്ങൾ അവൻ കളക്ട് ചെയ്തു നമ്മൾ പറഞ്ഞു. ആ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് അവൻ ആവശ്യമുള്ളതൊക്കെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോണ സമയത്ത് ഇത് കാണുന്നുണ്ട് അവിടുത്തെ വില്ലേജസ്. അപ്പോൾ വില്ലേജസ് എന്താ പറയണ, ആ ഗ്രാമത്തിലുള്ള ആളുകൾ പരസ്പരം പറയുകയാണ്, അവൻ എന്താണെങ്കിൽ ക്രേസി, അവന് പ്രാന്താണ്, അവന് കിറുക്കാണ് എന്നൊക്കെ പറയും. അതായത് പ്രാന്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാലിന്യമൊക്കെ കൊണ്ടുപോകണു. ട്രാഷ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളാണ് കേട്ടോ. മാലിന്യങ്ങളൊക്കെ വെച്ച് കളിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇവനെ കളിയാക്കുകയൊക്കെ ചെയ്യും. അടുത്ത പാര. ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട്. A broken bicycle, a rusted bottle caps and a plastic pipe. There was even a small generator that powered a headlight on a bike. അപ്പോൾ എന്താണ്, ആഴ്ചകൾക്ക് ശേഷം അവൻ എന്ത് ചെയ്തു? എല്ലാം അടുക്കി സെറ്റാക്കി വെക്കുകയാണ്. ഒരു പൊട്ടിയ സൈക്കിള്, തുരുമ്പിച്ച കുപ്പിയുടെ മൂടികൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പൈപ്പ്, പിന്നെ അതുപോലെ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്,
പിന്നെ അതുപോലെ ഇലക്ട്രിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വൈദ്യുതി നൽകുന്ന ഒരു ചെറിയ ജനറേറ്റർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഫോർ 3 days ഹി ബോൾട്ടഡ്, ബാങ്ക്ഡ് ആൻഡ് ടിങ്കർഡ്. 3 ദിവസം എടുത്ത് അവൻ എന്ത് ചെയ്തു, അത് ബോൾട്ട് ചെയ്ത് അതുപോലെ അത് ബാങ്ക് ചെയ്ത് ഊട്ടി ഉറപ്പിക്കുകയൊക്കെ ചെയ്യില്ല, അതാണ് ടിങ്കർ ചെയ്യുക ചെയ്തു കേട്ടോ. അതിനുശേഷം അടുത്ത പേര, chickens squawked, dogs howled and neighbors shook their heads. What's the crazy boy doing now? The neighbors asked themselves, but his cousin Jeffrey and his best friend Gilbert soon appeared. Can we help with the electric wind? They asked him. അപ്പോൾ കോഴികൾ കരയുന്നുണ്ടായിരുന്നു, കോഴികൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നായ്ക്കൾ ഓരിയിടുന്നുണ്ടായിരുന്നു. അയൽക്കാർ അവരുടെ തല, അതായത് ഇവൻ എന്താ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആക്ഷനൊക്കെ ആയിരുന്നു ആൾക്കാരുടെ ഭാഗത്തു നിന്ന് കേട്ടോ. എന്താ ഈ പയ്യൻ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നൈബേഴ്സ് പരസ്പരം ചോദിക്കുകയാണ്. പക്ഷെ അപ്പോൾ അവൻ്റെ അടുത്ത് ഓക്കെ ആയി നിൽക്കണ പോലെ 2 ആൾക്കാർ വന്നു. ആരൊക്കെയാണ്? അവൻ്റെ കസിൻ ജെഫ്രിയും ജെഫ്രിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ടും വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ വൈദ്യുതി കാറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കണോ? ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് വിൻഡ് എന്ന് ചോദിക്കും. ഓക്കെ, ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ. അപ്പോൾ വില്യം പറയും, നിങ്ങളുടെ മഴ ആക്സസ് പറഞ്ഞാൽ ഇത് മഴ എടുത്തിട്ട് ഫോളോ ചെയ്ത് വരൂ എന്ന് പറയും കേട്ടോ. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. എങ്ങോട്ടാണ് വില്യം അവരെ കൊണ്ടുപോകുന്നത്? ഒരു കാട്ടിലേക്ക് വിളിച്ചിട്ട് പോകും. ടുഗെദർ ദേ swung their sharp blades into the trunks of trees. They cut long planks and hammered them together to make the tower for the windmill. The windmill, they erected the tower and fixed the huge blades on the top. അപ്പോൾ എന്താ ചെയ്യണത്? അവരെ കാട്ടിലേക്ക് കൊണ്ടുപോയി അവരെല്ലാവരും കൂടിയിട്ട് മൂർച്ചയുള്ള ബ്ലേഡുകളൊക്കെ വെച്ചിട്ട് മരങ്ങളുടെ തടി വെട്ടിയെടുത്തു അല്ലേ. എന്നിട്ട് കാറ്റാടി യന്ത്രത്തിനുള്ള ടവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നീളമുള്ള പലകകൾ വേണമായിരുന്നു, അതൊക്കെ മുറിച്ച് ഒരുമിച്ച് ചേർത്തി അടിച്ചു കേട്ടോ, വിൻഡ് മില്ലിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മുകളിൽ എന്ത് ചെയ്തു, വലിയ ബ്ലേഡുകളൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ അത്രയും അവർ ചെയ്തു. William had made a crude motor which would rotate as the wind turned the blades. അപ്പോൾ വില്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്രൂഡ് മോട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, which would rotate as the wind turned the blades. ഓക്കെ, അപ്പോൾ കാറ്റ് അടിക്കുമ്പോൾ ആ ബ്ലേഡുകൾ ടേൺ ചെയ്യും. അങ്ങനെ as soon as the wind was strong enough to turn the blades, he connected the wires from the motor to a bulb. പിന്നെ അതുപോലെ വിൻഡ് സ്ട്രോങ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ് കറങ്ങും, കാറ്റ് നല്ലോണം വീശണ സമയത്ത്. ദെൻ അവൻ എന്ത് ചെയ്തു? ഹി കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടർ ടു ദ ബൾബ്. മോട്ടറിൽ നിന്നുള്ള വയറുകൾ ബൾബുമായിട്ട് കണക്ട് ചെയ്തു. വില്യം, ജെഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. അപ്പോൾ ആ ബൾബ് കത്തണം, ഇനി അവിടെയാണ് പ്രൊസീജിയർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആദ്യം അത് ഫെയിൻറ്റ്ലി ആണ് കത്തിയത്, അത് മങ്ങിയാണ് ആദ്യം കത്തിയത് കേട്ടോ, അത്ര തെളിച്ചൊന്നും ഇല്ലാണ്ടാണ് കത്തിയത്. ഈ ഗ്ലോഡ് ഫെയിൻറ്റ്ലി അറ്റ് ഫസ്റ്റ്, ബട്ട് ആസ് ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ ഇറ്റ് ബേൺ ബ്രൈറ്റ് ലൈക്ക് ദ സൺ. പക്ഷെ കാറ്റ് നന്നായി വീശിയപ്പോൾ, കാറ്റിൻ്റെ ശക്തി കൂടിയപ്പോൾ നല്ല പവറിൽ സൂര്യനെ പോലെ എന്ത് പ്രകാശിച്ചു? ലൈറ്റ് കത്താൻ തുടങ്ങി. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺലുക്കേഴ്സ് ഷൗട്ടഡ്. അപ്പോൾ കണ്ടു നിന്ന് ഒരാൾ വെൽ ഡൺ എന്ന് പറഞ്ഞു. സൂൺ എവറിബഡി സ്റ്റാർട്ടഡ് ഷിയറിങ്. ബാക്കി എല്ലാവരും എന്താണ് അവനെ വെൽ ഡൺ അതുപോലെ തന്നെ ക്ലാപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെ തുടങ്ങി. ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എക്സ്റ്റാറ്റിസ്റ്റിക്കലി. അയ്യോ, ഞാൻ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യാണ്? അലറി. ഓക്കെ, ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. പക്ഷെ വില്യത്തിന് അറിയായിരുന്നു, ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹി ഹാഡ് ഓൺലി മാനേജ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് ഹിസ് വിൻഡ് മിൽ. ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളൂ? ഒരു വിൻഡ് മിൽ ഉപയോഗിച്ച് ഒരു ലൈറ്റ് പ്രകാശിപ്പിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. പക്ഷെ അത് തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു നല്ല ബിഗിനിങ് ആണിത്. സൂൺ അനദർ മോർ പവർഫുൾ വിൻഡ് മിൽ വുഡ് വർക്ക് എ പമ്പ്. ഇനി പവർഫുൾ ആയിട്ടുള്ള ഒരു വിൻഡ് മില്ല് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു പമ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ അത് സഹായിക്കും. പമ്പ് ഉണ്ടെങ്കിൽ ഇവർക്ക് വാട്ടർ ചെയ്യാം അല്ലേ. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്. അപ്പോൾ പമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വില്ലേജിലെ പാടങ്ങളിൽ വെള്ളം ഒഴിക്കാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റിംഗ് ഫുഡ് വേർ വൺസ് ദർ വാസ് നൺ. അതായത് ഇല്ലാതായിപ്പോയ ആ ഭക്ഷണത്തിൻ്റെ പ്രശ്നം അവർക്ക് എന്ത് ചെയ്യാം? പരിഹരിക്കാം. ഭക്ഷണം ഉണ്ടാക്കാൻ അത് സഹായിക്കും. ഇറ്റ് വുഡ് ബി മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹി ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാ സ്റ്റോറീസ്. അപ്പോൾ അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മാജിക് ആയിരിക്കും. അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്ത കഥകൾ അതിൽ കേട്ടിട്ടുള്ളതിനേക്കാൾ വണ്ടർഫുൾ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് വില്യത്തിൻ്റെ കഥ. വളരെ നല്ലൊരു സ്റ്റോറിയാണ്. കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.